ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? അവരോടൊക്കെ കളിമുറ്റം കാണാൻ പറയണേ. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്ലീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻമേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിന്ന്. കീരിക്കുട്ടന്റെയോ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. തത്തമ്മയുടെ പേരെന്താ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് യേശു പറഞ്ഞ ഒരു ഉപമയെ പറ്റി കേട്ടാലോ? ഒരിക്കൽ യേശുവിന് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളോട് യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയായിരുന്നു. തന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും കൃഷിക്കാരായിരുന്നു. അപ്പോൾ അവരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അതിലൊരാൾ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയിരിക്കും? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. നമ്മുടെ ഹൃദയമാണ് ആ വയൽ. ആ ഹൃദയത്തിനുള്ളിൽ നിധി ഉണ്ടായിരിക്കും. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. ആ നിധി നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിനായി യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആ ഉപമ ഇതായിരുന്നു. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ വളരെ അധ്വാനിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൻ്റെ വയലിൽ കൃഷിപ്പണിക്കായി പോവുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും അതുപോലെ ആ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ആ കൃഷിക്കാരന് 4 മടിയന്മാരായ ആൺമക്കൾ ഉണ്ടായിരുന്നു. അവർ വൻ മടിയന്മാരായിരുന്നു. ഒരു ജോലിയും ചെയ്യുകയില്ല. പിതാവിനെ ഒരിറ്റു പോലും സഹായിക്കുകയുമില്ല. പിതാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും സുഖമായി ജീവിക്കാമെന്നായിരുന്നു ആ 4 മടിയന്മാരുടെയും ആശ. അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ കൃഷിക്കാരന് വയ്യാതാവുകയും മരണം അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ കൃഷിക്കാരന് വല്ലാത്ത പേടിയായി. താൻ മരിച്ചു കഴിയുമ്പം തൻ്റെ മക്കൾ എന്ത് ചെയ്യും? അവർ സമ്പാദിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പിതാവിന് വലിയ ആശങ്കയായി. അപ്പോൾ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി പിതാവ് അവരോട് ഒരു കഥ പറയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മരണക്കിടക്കയിൽ കടന്ന പിതാവ് തൻ്റെ 4 മക്കളെയും അടുത്തു വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ മടിയന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ മരിച്ചാലും കഷ്ടപ്പെടുകയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഇനി നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയന്മാരായ 4 മക്കൾക്കും വളരെയധികം സന്തോഷമായി. അവർ പിതാവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വയലിലുണ്ട്. പക്ഷേ ഈ വയലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിധി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയുവാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിധി നഷ്ടമാകും. ഇത്രയും പറഞ്ഞതും പിതാവ് മരണമടഞ്ഞു. ആ നിധി വയലിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മക്കൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ആ 4 മക്കളും വയലിലേക്ക് പോയി. രാവും പകലും എല്ലാം അവർ ആ വയലിൽ തന്നെ കഠിനാധ്വാനം ചെയ്തു. എന്തിനായിരിക്കും? അവർക്ക് ആ നിധി എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ 4 മക്കളും വയലിൽ പണിയുന്നത് കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവരോട് ചോദിക്കുവാൻ തുടങ്ങി, പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഈ വയലിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത്? പക്ഷേ അവരാരും എന്തിനാണ് തങ്ങൾ ഇങ്ങനെ കടന്ന് വയലിൽ പണിയുന്നതെന്ന് അവരോട് പറയുവാൻ പോയില്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്ക് നിധി നഷ്ടമാകുമെന്ന് അവർക്കറിയാമായിരുന്നു, അല്ലേ? അതുകൊണ്ട് അവർ ആരോടും ഇങ്ങനെയൊരു നിധി ഈ വയലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല. അവർ അങ്ങനെ ആ വയൽ മുഴുവൻ കിളച്ചു.
പക്ഷെ എന്നിട്ടും അവർക്ക് ആ നിധി കിട്ടിയില്ല. അപ്പോഴേക്കും അവരുടെ മടിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരന്മാരിൽ ഒരുവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഏതായാലും നമുക്ക് നിധിയൊന്നും കിട്ടിയില്ല, എങ്കിൽ പിന്നെ ഈ കിളച്ച മണ്ണിൽ നമുക്ക് വിത്തുപാകാം. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കിളച്ച മണ്ണിൽ വിത്തുപാകി. ആ വിത്ത് വളർന്ന് വിളവെടുക്കാറായപ്പോൾ അവർക്ക് 100 മേനി ഫലവും ആ വിളവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അവരുടെ മടിയും മാറി. അതുപോലെ തന്നെ അവർക്ക് ആ വയലിൽ നിന്ന് 100 മേനി ഫലവും കിട്ടി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോ കാര്യവും നാം കണ്ടെത്തുവാനും ശ്രമിക്കണം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? എന്തിനു നല്ല കഥയായിരുന്നു പുള്ളിമാൻ പറഞ്ഞത്. പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് വിശുദ്ധന്റെ വചനം കേട്ടാലോ? ഞാൻ എന്റെ ദൈവവിളിയെ യഥാവിധി അനുവർത്തിക്കാതിരുന്നാൽ ദൈവത്തിന്റെ നീതി എനിക്കെതിരായി വരും. വിശുദ്ധ ജോൺ ബ്രിട്ടോ. കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? എനിക്കറിഞ്ഞുകൂടാ. നമുക്കെന്നൊന്ന് നോക്കിയാലോ? കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. കാത്ത് കാത്ത് ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. പാപത്തിനോട് വന്നിരമില്ല, ലോകത്തിനോട് വന്നിരമില്ല, പാപത്തിനോട് വന്നിരമില്ല, ലോകത്തിനോട് വന്നിരമില്ല. സ്വർഗം നോക്കിയോടുവാൻ നേരമായി, സ്വർഗം നോക്കിയോടുവാൻ നേരമായി. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. സ്വർഗത്തിലേക്ക് പറന്നുയരും. ഒരു നാളിൽ ഞാനിൻ മാലാഖയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും. അതുവരെ ഇവിടെ താളമേളമോടെ, അതുവരെ ഇവിടെ താളമേളമോടെ സ്വർഗീയ സംഗീത നൃത്തോത്സവം, സ്വർഗീയ സംഗീത നൃത്തോത്സവം. ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന. ധുംതാനേ ധുംതാനേ ധനാ ധനാനേ, ധുംതാനേ ധുംതാനേ ധനാ ധനാനേ. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. പാപത്തിനോട് വന്നിരമില്ല, ലോകത്തിനോട് വന്നിരമില്ല, പാപത്തിനോട് വന്നിരമില്ല, ലോകത്തിനോട് വന്നിരമില്ല. സ്വർഗം നോക്കിയോടുവാൻ നേരമായി, സ്വർഗം നോക്കിയോടുവാൻ നേരമായി. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. കാത്ത് 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 ഞാനിരിപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ. ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന, ധനക്കട ധനക്ക് ധന. ധുംതാനേ ധുംതാനേ ധനാ ധനാനേ, ധുംതാനേ ധുംതാനേ ധനാ ധനാനേ, ധുംതാനേ ധുംതാനേ ധനാ ധനാനേ.
കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി കളിച്ച ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുപോലെ നിങ്ങൾക്കും ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ GNAയുടെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഹണി തോമസ് ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. എത്ര കണ്ടാലും, ജീവന്റെ കാവലാൾ, ജനനം, എല്ലാം ഈശോയ്ക്ക് വേണ്ടി, ആത്മസമർപ്പണം, ഡോക്ടർ GN, പ്രണയം, വിവാഹം, അമ്മയായ GN, സഹനങ്ങളുടെ ആരംഭം, എമ്മാനുവേല ജനിക്കുന്നു, അവസാന നാളുകൾ, വിശുദ്ധയായ വീട്ടമ്മ, ജീവന്റെ മഹത്വം എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ മാതൃത്വത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ജീവൻ ബലി കൊടുത്ത നമ്മുടെ കഥാനായികയായ GNAയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ ജനനത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആൽബർട്ടോ മരിയ ദമ്പതികളുടെ മകളായി 1922 ഒക്ടോബർ 4 GN ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. നാലാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചും സ്ഥൈര്യലേപനത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായമാണ് ആത്മസമർപ്പണം. ആറാമത്തെ അധ്യായത്തിൽ ഡോക്ടറായ GNAയാണ് കാണാൻ സാധിക്കുന്നത്. 1950 ജൂൺ 20 GN ഒരു ഡോക്ടറായി മിലാനിൽ രജിസ്റ്റർ ചെയ്തു. ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു GNAയുടേത്. ഏഴാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയ്ക്ക് തന്റെ ജീവിതത്തിലുണ്ടായ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ അധ്യായത്തിൽ GN പ്രണയിച്ച പിയട്രോയും ചേർന്നുള്ള വിവാഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തെ അധ്യായത്തിൽ അമ്മയായ വിശുദ്ധ GNAയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1956 നവംബർ 19 GN തന്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകി. മിടുക്കനായ ഒരു ആൺകുഞ്ഞ്. പിയർ ലൂജി എന്ന് അവർ ഈ കൊച്ചുമിടുക്കന് പേരിട്ടു. 1957 ഡിസംബർ 11 GN തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. മിടുക്കിയായ പെൺകുഞ്ഞ് മരിയിലോന. 1959 ജൂലൈ 15 ഇവൾക്കൊരു പെൺകുഞ്ഞുകൂടി ജനിച്ചത്. ലോറ എന്നായിരുന്നു അവളുടെ പേര്. 10ാമത്തെ അധ്യായത്തിൽ ക്യാൻസർ ബാധിതയായ വിശുദ്ധ GNAയാണ് കാണാൻ സാധിക്കുന്നത്. ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ വളരുന്നുണ്ട്. എത്രയും വേഗം അത് നീക്കം ചെയ്യണം. GN തളർന്നുപോയി ഡോക്ടർ പറഞ്ഞ 3 വഴികൾ കേട്ടപ്പോൾ. ഏറ്റവും സുരക്ഷിതമായ വഴി ട്യൂമറോടുകൂടി ഗർഭപാത്രം നീക്കം ചെയ്യുക. രണ്ടാമത്തെ വഴി ഗർഭമലസിപ്പിച്ചതിന് ശേഷം ട്യൂമർ നീക്കം ചെയ്യുക. മൂന്നാമത്തെ വഴി ശസ്ത്രക്രിയയിലൂടെ ഗർഭാശയമുഴ എടുത്തു കളയുക. അങ്ങനെ കുട്ടിയെ രക്ഷിക്കാം. പക്ഷേ പ്രസവാനന്തരം അമ്മ മരിക്കും. 11ാമത്തെ അധ്യായത്തിൽ എമ്മാനുവേലയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. താൻ മരിച്ചാലും തന്റെ കുഞ്ഞിന് ജന്മം നൽകണമെന്നായിരുന്നു GN എടുത്തിരുന്ന തീരുമാനം. 12ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് ജനിച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 1961 ഏപ്രിൽ 28 GN കർത്താവിന്റെ ഉദ്യാനത്തിലേക്ക് എടുക്കപ്പെട്ടു. 13ാമത്തെ അധ്യായത്തിൽ GNAയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 2004 മെയ് 16 ജോൺ പോൾ II മാർപ്പാപ്പ GNAയെ വിശുദ്ധ പുഷ്പമായി ഉയർത്തി. ജോൺ പോൾ പാപ്പ GNAയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മാതൃത്വത്തിന്റെ രക്തസാക്ഷിയാണിവൾ. മാത്രമല്ല, മഹത്തായൊരു മാതൃക കൂടിയാണ് ഇവൾ ചെയ്തത്. അവസാനത്തെ അധ്യായത്തിൽ
ജീവന്റെ മഹത്വത്തെ പറ്റിയും ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കേണ്ടതിനെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ GNAയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് അവരെ വിഷും ചെയ്താലോ? കൂട്ടുകാരെ, നമുക്കെന്നാ ഒരു ബൈബിൾ വചനം കാണാണ്ട് പഠിച്ചാലോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കുസൃതി കൊടുക്കാൻ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് അവളെ കണ്ടിട്ട് വന്നാലോ? മാലാഖേ. ഹായ് എന്റെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്റെ മോളെ വിശേഷം? സുഖമായിരിക്കുന്നു മാലാഖേ. ആട്ടെ, ഇന്ന് എന്താ എന്റെ അന്നമോളുടെ സംശയം? എങ്ങനെയാ മാലാഖേ ഈ ഡച്ചുകാർ നമ്മുടെ കേരളത്തിലെത്തിയത്? അതിനു പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട് അന്നമോളെ. അതെന്തൊക്കെയാ മാലാഖേ? ധൃതി കൂട്ടല്ലേ, ഞാൻ പറഞ്ഞു തരാം. പണ്ട് നമ്മുടെ കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. കടൽ മാർഗം അറബികൾ കച്ചവടത്തിനായി ഇന്ത്യയിലും പിന്നീട് കേരളത്തിലും എത്തി. കേരളത്തിൽ വന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ നിസ്സാര വിലയ്ക്ക് വാങ്ങി തങ്ങളുടെ നാട്ടിലെത്തിച്ച് അവർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടെന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം അറിഞ്ഞു. എന്നിട്ടോ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ വ്യാപാര സാധനങ്ങൾ വാങ്ങി പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് എത്തിച്ചു. അവിടെ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങി യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് പ്രധാനമായും ഡച്ചുകാരായിരുന്നു അന്നമോളെ. എന്നാൽ 1580 ഫിലിപ്പ് രണ്ടാമൻ പോർച്ചുഗലിന്റെ ഭരണാധികാരിയായി മാറിയതോടെ ഡച്ചുകാർക്ക് ലിസ്ബൺ തുറമുഖത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോൾ ഡച്ചുകാർ ഇന്ത്യയുമായി നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഡച്ചു സഞ്ചാരിയായ ഇൻഷോട്ടനിൽ നിന്നാണ് അവർക്ക് ഇന്ത്യയിലെത്താൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചത്. അങ്ങനെ 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന വ്യാപാര സ്ഥാപനം നിലവിൽ വന്നു. അവർ ക്യാപ്റ്റൻ വാൻ ഹൗട്ട്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ രാജ്യങ്ങളിലെത്തി അവിടെയൊക്കെ ഒട്ടേറെ വ്യാപാര സംഘങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ 1602 ഡച്ച് ഗവൺമെന്റ് ഈ സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു വ്യാപാര സംഘടന ഉണ്ടാക്കി. യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ VOC എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ എന്താണ് മാലാഖേ ചെയ്തത്? അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ ക്രൂരതയും അഹങ്കാരവും കാരണം ജനങ്ങളെ രാജാക്കന്മാരും പോർച്ചുഗീസുകാരെ വെറുത്തു കഴിയുകയായിരുന്നു. മാത്രമല്ല പോർച്ചുഗീസുകാരുടെ ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലേക്കാണ് ഡച്ചുകാർ കപ്പലിറങ്ങിയത്. ഡച്ചുകാരെ കൂട്ടുപിടിച്ച് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ കോഴിക്കോട്ടെ സാമൂതിരി തീരുമാനിച്ചു. അങ്ങനെ 1604 ഡച്ചുകാരും സാമൂതിരിയുമായി ഉടമ്പടി വെച്ചു. തുടർന്ന് പോർച്ചുഗീസ് കേന്ദ്രങ്ങളെല്ലാം ഡച്ചുകാർ ആക്രമിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചേ? വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ 1658 പോർച്ചുഗീസുകാരെ ഡച്ചുകാർ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിച്ചു. അങ്ങനെ 1658 അക്കാലത്തെ ദക്ഷിണേന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന താവളമായിരുന്ന നാഗപട്ടണം ഡച്ചുകാർ പ്രധാന കച്ചവട കേന്ദ്രമാക്കി മാറ്റി. കേരളത്തിലെ രാജാക്കന്മാരുമായി നല്ല ബന്ധം ആയിരുന്നു അക്കാലത്ത് ഡച്ചുകാർക്ക് ഉണ്ടായിരുന്നത്. അത് പിന്നെ മാറിയോ മാലാഖേ? വെയിറ്റ് ചെയ്ത അന്നമോളെ, പറയാൻ ഞാൻ. ഓക്കെ. 1683 കൊച്ചിയിലെ ഡച്ച് മേധാവിയായി ഹെൻറിക് വാൻ റീഡ് നിയമിതനായി. കച്ചവടം എന്നതിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൂടി വാൻ റീഡിന് ഉണ്ടായിരുന്നു. ആണോ? അതെന്തായിരുന്നു മാലാഖേ? ആദ്യം തന്നെ കൊച്ചി രാജാവിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തു. അദ്ദേഹത്തെ പിന്നീട് ഡച്ച് കമ്പനിയുടെ ഒരു പാവ മാത്രമാക്കി മാറ്റി. കുടുംബകാര്യങ്ങളിൽ പോലും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ രാജാവിന് അധികാരമില്ലാതായി. മാത്രമല്ല കൊച്ചിയിലെ കിരീടാവകാശിയെ തീരുമാനിക്കുന്നതും ഡച്ച് കമ്പനിയായി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖമുദ്ര പതിപ്പിച്ച കിരീടമാണ്
രാജാവ് അന്ന് ധരിച്ചിരുന്നത്. ഡച്ചുകാർ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഉത്തരവുകൾ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിക്കാനും തുടങ്ങി. എന്നിട്ടോ? ഈ കടന്നുകയറ്റത്തിൽ ഇളമുറ തമ്പുരാക്കന്മാരും മാടമ്പികളും നാടുവാഴികളും നാട്ടുകാരുമെല്ലാം പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ മാത്രമേ ഡച്ചുകാരുടെ പക്ഷത്ത് ഉണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ അയനിക്കൂട്ടിൽ നമ്പടിയുടെ നേതൃത്വത്തിൽ കലാപം തുടങ്ങി. കലാപം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജാവും ഡച്ചുകാരും സാമൂതിരിയുടെ സഹായം അഭ്യർത്ഥിച്ചു. എന്നിട്ട് സാമൂതിരി അവരെ സഹായിച്ചോ? വെട്ടത്തുപക്ഷത്തോടുള്ള വിരോധം മൂലം സാമൂതിരി കമ്പനിയെ സഹായിക്കുകയും കലാപം ഒതുക്കുകയും ചെയ്തു. ഡച്ചുകാരുടെയും അവരുടെ സാമന്തനായിരുന്ന കൊച്ചി രാജാവിന്റെയും പക്ഷം ചേർന്ന് വിദേശ ശക്തികൾക്ക് എതിരായി നാട്ടുകാർ നടത്തിയ സമരത്തെ അടിച്ചമർത്തിയപ്പോൾ സാമൂതിരിക്ക് ഒന്നുകൂടി നഷ്ടമായി. അതെന്താ മാലാഖേ? നൂറ്റാണ്ടുകളായി നേടിയെടുത്ത ദേശസ്നേഹി എന്ന പേര്. എങ്കിലെന്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. അത് കറക്റ്റാ. എന്നാ ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോൾക്ക് എന്തൊരു സംശയങ്ങളാ. പക്ഷെ അന്നമോള് കാരണം കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? കൂട്ടുകാരെ, എങ്കിലും നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാരെ, യേശു ക്രിസ്തു തൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഒരു മനോഹരമായ ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. ആ ഉപമയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ധൂർത്തപുത്രന്റെ ഉപമ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ചോദിച്ചു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. പിതാവ് സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിക്കാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവിടെയുള്ളൊരു പൗരന്റെ അടുത്ത് അവൻ അഭയം തേടി. അദ്ദേഹം അവനെ പന്നികളെ മേയ്ക്കാൻ വയലോട്ടയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ അവൻ ആരും ഭക്ഷിക്കാൻ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. അവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസനിൽ ഒരുവനെ എന്നെ സ്വീകരണമേ. അവൻ എഴുന്നേറ്റ് അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. പിതാവ് മനസ്സലിഞ്ഞോട് വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിതാവാകട്ടെ തന്റെ ദാസനോട് പറഞ്ഞു, മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനെ അണിയിക്കുവിൻ, കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവിൻ, നമുക്കൊരുമിച്ച് ആഹ്ലാദിക്കാം. കാരണം എൻ്റെ മകൻ വൃദ്ധനായിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നു. ഇവനെ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട് അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ സമ്മതിച്ചു. പിതാവ് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ നീ നിന്റെ കൂട്ടുകാരോടൊത്തൊന്ന് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. എന്നാൽ വേശികളോട് കൂടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ വന്നപ്പോൾ നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നാം ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും വേണം. കാരണം നിന്റെ ഈ സഹോദരൻ വൃദ്ധനായിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നു. ഇവനെ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, കളിമുറ്റത്തിൽ ഇന്ന് ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ കളിമുറ്റം GTV
24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്നത്തെ ബൈബിൾ വചനം നിങ്ങൾ കാണാതെ പഠിക്കണേ. എങ്കിൽ അടുത്ത ആഴ്ച ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.